ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 10. വിഭൂതിയോഗം. ശ്ലോകം 6, പേജ് നമ്പർ 536. മഹർഷയ സപ്ത പൂർവേ ചത്വാരോ മനവസ്തഥാ മദ്ഭാവാ മാനസാ ജാതാ യേഷാം ലോക ഇമാഃ പ്രജാഃ. പദാനുപദം. പൂർവേ മുമ്പ്, സപ്ത മഹർഷയഃ 7 മഹർഷികളും, തഥാ അപ്രകാരം, ചത്വാരഃ 4, മനവഃ മനുക്കളും, മദ്ഭാവാഃ എന്നിൽ നിന്നുദ്ഭവിച്ച, മാനസാ മനസ്സിൽ നിന്ന്, ജാതാഃ ജനിച്ചവരാണ്, ലോകേ ലോകത്തിൽ, ഇമാഃ പ്രജാഃ ഈ പ്രജകൾ, യേഷാം യാതൊരുവരുടെ ആകുന്നു അവരുടെയാകുന്നു. വിവർത്തനം. ശ്രേഷ്ഠരായ സപ്തർഷികളും അവർക്കു മുമ്പ് 4 മഹർഷിമാരും മാനവ സമുദായത്തിൻ്റെ പൂർവികരായ മനുക്കളും എന്നിൽ നിന്നുദ്ഭവിച്ച എൻ്റെ മാനസപുത്രന്മാരാണ്. വിവിധ ഗ്രഹങ്ങളിലുള്ള ജീവജാലങ്ങളെല്ലാം അവരുടെ പിന്തുടർച്ചക്കാരാണ്. ഭാവാർത്ഥം. വിശ്വനിവാസികളുടെ വംശപരമ്പരയെ ഭഗവാൻ സംക്ഷിപ്തമായി വിവരിക്കുകയാണിവിടെ. ഹിരണ്യഗർഭനെന്നറിയപ്പെടുന്ന ബ്രഹ്മാവാണ് ഭഗവത് ശക്തിയുടെ ആദിമ സൃഷ്ടി. ബ്രഹ്മാവിൽ നിന്ന് സപ്തർഷികളും അവർക്കും മുമ്പ് സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരൻ എന്നീ 4 മഹർഷിമാരും മനുക്കളും ഉദ്ഭവിച്ചു. ഈ 25 മഹർഷിമാരാണ് ഈ ബ്രഹ്മാണ്ഡത്തിലെ സർവ്വജീവജാലങ്ങളുടെയും പൂർവപിതാക്കൾ. ഓരോ ബ്രഹ്മാണ്ഡത്തിലും എണ്ണമറ്റ ലോകങ്ങളും ഗ്രഹങ്ങളും ഉൾപ്പെടുന്നു. ഓരോ ഗ്രഹങ്ങളിലുമുണ്ട് വിവിധ തരത്തിലുള്ള നിവാസികൾ. ഈ 25 കുലപതികളിൽ നിന്നുണ്ടായവയാണ് എല്ലാം. സൃഷ്ടി ചെയ്യേണ്ടതെങ്ങനെയെന്ന് കൃഷ്ണന്റെ കാരുണ്യം കൊണ്ട് ഗ്രഹിക്കുന്നതിനു മുമ്പായി ബ്രഹ്മാവ് 1000 ദേവവർഷങ്ങൾ തപസ്സനുഷ്ഠിച്ചു. പിന്നീടാണ് അദ്ദേഹത്തിൽ നിന്ന് സനക, സനന്ദ, സനാതന, സനത്കുമാരന്മാരും അവർക്കു ശേഷം രുദ്രനും പിന്നെ സപ്തർഷികളും ഉളവായത്. അങ്ങനെ ഭഗവത് ശക്തിയിൽ നിന്ന് ബ്രാഹ്മണരും
ക്ഷത്രിയരുമെല്ലാം ഉദ്ഭവിച്ചു. ബ്രഹ്മാവ് പിതാമഹനെന്നും കൃഷ്ണൻ പ്രപിതാമഹനെന്നും അറിയപ്പെടുന്നു. ഇത് ഭഗവദ്ഗീത 11-ാം അധ്യായത്തിലും 11.39 പറഞ്ഞിട്ടുണ്ട്. ഹരേ കൃഷ്ണ.